നമസ്കാരം. നമ്മുടെ റേ ഓപ്റ്റിക്സിൻ്റെ ലാസ്റ്റ് ഫോക്കസ് ഏരിയ 9.6 റിഫ്രാക്ഷൻ ത്രൂ പ്രിസം, അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അപ്പം പ്രിസം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ് കണ്ടിരുന്നു. അവിടെ നമ്മൾ റിഫ്രാക്ഷൻ കണ്ടിരുന്നു. അവിടെ നമുക്ക് മനസ്സിലായി ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. ഇൻസിഡൻറ്റ് റേയ്ക്ക് പാരലായിട്ട് തന്നെയാണ് എമർജൻറ്റ് റേ പോകുന്നത്. ഒരല്പം ഡിസ്പ്ലേസ് ചെയ്തു എന്ന് മാത്രം. അതിന് നമ്മളൊരു പേര് വിളിച്ചിരുന്നു, ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഡീവിയേഷൻ തന്നെ സംഭവിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു ഗ്ലാസ് ലാബിൽ നോ ഡീവിയേഷൻ, ഓൺലി ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഗ്ലാസ് ലാബിൽ 2 ഫേസസിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മുകളിലൊരു ഫേസ്, അടിയിലൊരു ഫേസ്. 2 ഫേസസിൽ കൂടെ റിഫ്രാക്ഷൻ സംഭവിച്ചിരുന്നു. 2 തവണ റേ ഒടിഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് പ്രിസത്തിലും 2 സർഫസിലും പ്രിസത്തിനകത്ത് കൂടെ പോകുന്ന ലൈറ്റ് 2 സർഫസിലും ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എമർജൻറ്റ് റേ ഈ 2 ബെൻഡിന് ശേഷം ആണ് പുറത്തിറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഡീവിയേഷൻ എന്തൊക്കെയാണ്, ഡീവിയേഷൻ ഏതിനെയൊക്കെ ആശ്രയിക്കുന്നു, മാത്രവുമല്ല ഈ ഇക്വേഷനിൽ കൂടെ ഒരു പ്രിസം ഫോർമുല, നമ്മൾ ലെൻസ് ഫോർമുല പഠിച്ചു, ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിച്ചു, മിറർ ഫോർമുല പഠിച്ചു, ലെൻസ് ഫോർമുല പഠിച്ചു, ഒക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പ്രിസത്തിൻ്റെ ഫോർമുലയും ഉണ്ട്. അതായത് പ്രിസം, ഗ്ലാസ് പ്രിസമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ ഗ്ലാസ് പ്രിസത്തിൻ്റെ, ഗ്ലാസ്സാണ് മെറ്റീരിയൽ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ഈ പറയുന്ന ഡീവിയേഷൻ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡീവിയേഷനും ആംഗിൾ ഓഫ് ദ പ്രിസവും ഒക്കെ ഉപയോഗിച്ച് നമ്മളെങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്നത്, അതിനുള്ളൊരു ഫോർമുല രൂപീകരിക്കണം, എന്താണ് ഡീവിയേഷൻ എന്നുള്ളത് പഠിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വിഷയത്തിലേക്ക് വരാം. ഓക്കെ, അപ്പം നമ്മുടെ ചിത്രം നോക്കാം. ഇതായിരിക്കും ഒരു പ്രിസത്തിൻ്റെ രൂപം. അപ്പോൾ പ്രിസത്തിന് നമുക്ക് യഥാർത്ഥ പ്രിസം എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ പ്രിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും, ഇതൊരു ഈക്വലാറ്ററൽ പ്രിസമാണ് എന്ന് പറഞ്ഞാൽ ഓരോ ആംഗിളും, ഇത് 60, ഇത് 60, ഇത് 60, 180 ഡിഗ്രി ആയിരിക്കും. അപ്പം നമ്മൾ ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ നമുക്കിതാണ് പ്രിസം, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള പ്രിസമാണ്, ഈ വെച്ചിരിക്കുന്നതാണ് പ്രിസം. അപ്പോൾ ഈ പ്രിസത്തിൻ്റെ ഇതിന് നമ്മൾ ബേസ് എന്ന് പറയും, അടിഭാഗം. ഇതിന് രണ്ടിനും നമ്മൾ റിഫ്രാക്റ്റിംഗ് സർഫസസ് എന്ന് പറയും. എന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ നടക്കുന്ന ഫേസസ്, റിഫ്രാക്റ്റിംഗ് ഫേസ് ആണ് ഒന്നിത്. 2 റിഫ്രാക്റ്റിംഗ് ഫേസസും ഇതൊരു ബേസുമാണ്. സാധാരണ ഒറിജിനൽ ബേസ് ആണെങ്കിൽ നമുക്കിത് ഗ്രൗണ്ടഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ലൈറ്റ് കടത്തി വിടില്ല. പക്ഷേ ഈ പ്രിസം എല്ലാ സ്ഥലത്തു കൂടെ ഒരുപോലെ ലൈറ്റ് കടത്തി വിടുന്നതാണ് സാധാരണ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന പ്രിസം. പക്ഷേ സ്പെക്ട്രോമീറ്റർ ആദ്യമായ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഈ ബേസ് തീർത്തും ലൈറ്റ് കടത്തി വിടാത്ത തരത്തിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പ്രിസം. ഇതിൻ്റെ 2 വശങ്ങൾ, റിഫ്രാക്റ്റിംഗ് ഫേസസ്, ഒന്നിതും മറ്റൊന്നിതും. ലൈറ്റ് ഇതുവഴി കയറുന്നു, മറ്റേ വശത്തൂടെ പുറത്തിറങ്ങുന്നു. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, പ്രിസം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടെ ലൈറ്റ് റേ കയറുന്നു, ഇതിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതതിൻ്റെ ബേസ്, അടിഭാഗം. ഓക്കെ, പക്ഷേ നമ്മൾ ചിത്രത്തിൽ എപ്പോഴും ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ മാത്രമാണ്. പരീക്ഷയ്ക്കൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചിത്രമൊന്നും വരയ്ക്കില്ല. നമ്മൾ ആകെപ്പാടെ ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ് വരയ്ക്കുക. അപ്പോൾ ഇതുവഴി ലൈറ്റ് കയറുന്നു, ഇതുവഴി ഇറങ്ങുന്നു. യഥാർത്ഥത്തിൽ ഈ ലൈനിൽ കൂടെ എന്ന് നമുക്ക് തോന്നുമ്പോൾ ലൈനല്ല, അത് ഈ ഫേസിൽ കൂടെയാണ്. ഈ ഫേസിൽ കൂടെയാണ് ലൈറ്റ് കയറുന്നത്, ഈ ഫേസിൽ കൂടെയാണ് ലൈറ്റ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. പക്ഷെ ചിത്രം വരയ്ക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ് നമ്മൾ ചിത്രത്തിൽ കാണുകയുള്ളൂ. ഏത് ബുക്ക് എടുത്താലും ഇത് മാത്രമേ കാണുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രിസമാണ് ആദ്യം ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതതിൻ്റെ ബേസ്, അടിഭാഗം. ഇതതിൻ്റെ ഒരു സർഫസ്, ഈ സർഫസാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ സർഫസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് റേ ഈ സർഫസിൽ കൂടെ കയറി പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് തിരിച്ച് ഈ പ്രിസം സൈഡിൽ കൂടെ പുറത്തിറങ്ങി. അതാണ് ഈ ചിത്രം. മനസ്സിലായോ? പ്രിസം മനസ്സിലായോ? അപ്പം ഞാൻ ഇനി എപ്പോഴും പറയുമ്പോൾ ഞാനിവിടെ പേരെഴുതിയിട്ടുണ്ട്, ABC. അപ്പോൾ എന്താണ്? ഇത് A, ഇത് B, ഇത് C.
ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്നത് എ ബി എന്ന് പറയുന്ന ഫേസ് എന്നാണ് നമ്മൾ പറയുന്നത്, ലൈൻ എന്നല്ല. പക്ഷെ ചിത്രത്തിൽ നോക്കൂ, ലൈനും നമുക്ക് തോന്നും. മിസ്സേ അത് ലൈനിലല്ലേ വന്ന് വീണത്, ഫേസിലല്ലല്ലോ എന്ന് തോന്നും. അല്ല, അത് ഫേസിൽ തന്നെയാണ്. ഈ ഫേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പം ഫേസ് എ ബി എന്ന് പറയും, പക്ഷെ വരയ്ക്കുന്നത് എ ബി എന്നുള്ള ലൈനാണ്. അതുപോലെ അടുത്ത ഫേസ് പറയുമ്പം എ സി, ഇതാ എ ബി സി. ഇപ്പം നമ്മൾ ടെക്സ്റ്റിലൊക്കെ വായിക്കുമ്പം എ ബി എന്നുള്ള ഫേസ്, എ സി എന്നുള്ള ഫേസ് എന്നാണ് NCERT നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുക. ഫേസാണ്, കൃത്യമായിട്ട് ഫേസിലാണ് വീഴുന്നത്. ഓക്കെ, പക്ഷെ വരയ്ക്കുന്നത് ലൈനിൽ. ഞാൻ പിന്നെയും അടിവരയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു സംശയം ബാക്കി നിൽക്കണ്ട എന്നുള്ളത് കൊണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇതാണ് നമ്മുടെ പ്രിസം. ഒരു ഫേസ്, മറ്റൊരു ഫേസ്. ഇൻസിഡൻറ്റ് റേ, ഈ യെല്ലോ ഷെയ്ഡിൽ കാണുന്നത് ഇൻസിഡൻറ്റ് റേ. ഈ പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന റേ ഓറഞ്ച് റേ അഥവാ റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്ത റേ. അത് കഴിഞ്ഞ് ഇത് എമർജൻറ്റ് റേ. എമർജൻറ്റ് റേ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേ. എമർജിയ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക എന്നർത്ഥം. എമർജിങ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ? യെല്ലോ ഇൻസിഡൻറ്റ്, ഓറഞ്ച് റിഫ്രാക്റ്റഡ്, മെജന്ത എമർജൻറ്റ് റേ. ഇനി ഈ പ്രിസമൊന്നും ഇല്ലായിരുന്നു എന്ന് അങ്ങ് സങ്കല്പിക്കുക. എങ്കിൽ ഈ ലൈറ്റ് ഇതാ ഇങ്ങനെയല്ലേ പോവുക? ഈ മഞ്ഞ ഡോട്ടഡ് ലൈൻ കണ്ടോ, നേരെ ഇങ്ങനെയാണ് പോവുക. പക്ഷേ ഇത് 2 തവണ ഒടിഞ്ഞു. ഒന്ന് ഇവിടെ നിന്ന് ഒടിഞ്ഞു, പിന്നെ ഇവിടെ നിന്ന് ഒടിഞ്ഞു. അപ്പോൾ അവസാനം അത് ഈ വഴി കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇതും എമർജൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇതും. അപ്പോൾ പോകേണ്ട ഈ ദിശയിൽ നിന്ന് ഒടിഞ്ഞു മാറി ഇങ്ങനെയാണ് പോയത്. ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്, പക്ഷെ അത് ഒടിഞ്ഞത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് ഡയറക്ഷനും എമർജൻറ്റ് ഡയറക്ഷനും ഇടയിലുള്ള ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഡീവിയേറ്റ് ചെയ്തത് എത്രമാത്രം, ദാറ്റ് ഇസ് ഡെൽറ്റ. സ്മോൾ ലെറ്റർ ഡെൽറ്റ. നമ്മളൊരു ട്രയാങ്കിൾ പോലത്തെ ഡെൽറ്റ പഠിച്ചിട്ടുണ്ട്, അതും ഡെൽറ്റ തന്നെയാണ്. ഇത് ചെറിയ ഡെൽറ്റ, സ്മോൾ ഡെൽറ്റ. ഒരു ഗാ പോലെയൊക്കെ ഇങ്ങനെ എഴുതും, ഒരു കുനുപ്പ് പോലെ ഇങ്ങനെ എഴുതും. ഓക്കെ, ശരി. ഇനി ഇത് നമുക്ക് ചിത്രം പരീക്ഷയ്ക്ക് വരയ്ക്കാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് നമ്മൾ വരയ്ക്കുന്നത് ഈ ചിത്രമാണ്. ഇവിടെ മുതലാണ് കഥ തുടങ്ങുന്നത്. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു. ഇനി ഇവിടെയാണ് നമ്മൾ ചിത്രത്തിലേക്ക് പ്രധാനമായിട്ട് വരേണ്ടത്. ചിത്രം നന്നായിട്ട് മനസ്സിലാവണം, എന്നാൽ ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. ചിത്രത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താണ്? ഇതിൻ്റെ ഒരു ഫേസ്, ഒരു ട്രയാങ്കുലർ ഫേസാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, ABC എന്ന് പറയുന്നത്. ഈ 2 റിഫ്രാക്റ്റിംഗ് ഫേസസിൻ്റെയും ഇടയ്ക്കുള്ള ഈ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ദ പ്രിസം. സാധാരണ ആംഗിൾ A എന്ന് തന്നെയാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുക. ഈ 2 റിഫ്രാക്റ്റിംഗ് ഫേസസിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ, അതാണ് A. ക്ലിയർ? പിന്നെ ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു റിഫ്രാക്റ്റിംഗ് ഫേസ്, ഇത് വേറൊരു റിഫ്രാക്റ്റിംഗ് ഫേസ്. ഇത് അതേപോലെ വരച്ചിരിക്കുകയാണ്. ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്നു. എവിടെ? AB എന്നുള്ള ഫേസിൽ വന്ന് വീഴുന്നു. ഇതാ വന്ന് വീണു. ആ പോയിൻ്റ് വന്ന് വീണ റേയുടെ പേരാണ്, ഇൻസിഡൻറ്റ് റേയുടെ പേര് PQ ആണ് ഇൻസിഡൻറ്റ് റേ. അത് വന്ന് വീണ സ്ഥലം ക്യൂവിൽ ഞാൻ ഈ ഫേസിനൊരു പെർപെൻഡിക്കുലർ വരച്ചു, അഥവാ നോർമൽ വരച്ചു. ഈ ഡോട്ടഡ് ലൈൻസ് എപ്പോഴും നമ്മൾ നോർമൽ എപ്പോഴും ഡോട്ടഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നോർമൽ. നോർമലും ഇൻസിഡൻറ്റ് റേയുടെയും ഇടയിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. അതേപോലെ നോർമലും റിഫ്രാക്റ്റഡ് റേ. ഇതെന്താ ഒടിഞ്ഞത്? നമുക്കറിയാം, ഇത് റെയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം, ഇത് വീണ്ടും റെയറർ മീഡിയം. നമുക്ക് വേണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനെ തന്നെ എഴുതി പോവാം, അതിനും വിരോധമില്ല. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. എന്താ അതിൻ്റെ അർത്ഥം? എയർ, ഗ്ലാസ്, എയർ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ പോകേണ്ട റേ ബെൻ ടുവേർഡ്സ് എ നോർമൽ. ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്, പക്ഷെ അത് നോർമലിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇൻസിഡൻറ്റ് റേ I,
റിഫ്രാക്റ്റഡ് റേ R1 എവിടെ? പോയിന്റ് Qയിൽ. ഇനി Q മുതൽ R വരെ ആ വന്ന വഴിക്ക് തന്നെ അത് പോയി. എങ്ങനെയാണോ കയറിയത് അതേപോലെ ഇറങ്ങി. പക്ഷേ ആറിലെത്തിയപ്പോൾ വീണ്ടും N2 to N1, ഇതാണ് നമ്മുടെ R, ഇതാണ് നമ്മുടെ P, P അല്ല, ഇത് P, ഇത് Q, ഇത് R. ആറിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഡെൻസർ ടു റെയറർ, ഡെൻസറിൽ നിന്ന് റെയറർ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2 എന്നാണ് എടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഡെൻസർ മീഡിയത്തിലെ, ഇതവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നോട്ട് ആംഗിൾ ഓഫ് ദ ഡെൻസർ മീഡിയം ഈസ് ടേക്കൺ ആസ് R1 ആൻഡ് R2. ഡെൻസർ മീഡിയത്തിലെ ആംഗിൾസിന് R1 R2 എന്നും റെയറർ മീഡിയത്തിലെ ആംഗിൾസിന് I1 I2 എന്നും കൊടുത്തു. അതിൽ I1ന് I എന്നും I2ന് E എന്നുമാണ് റെഫറൻസ്. E എന്നുള്ളത് എമർജൻസ്, I എന്ന് പറയുന്നത് ഇൻസിഡൻസ്. ഓക്കെ, ചില ബുക്കിൽ അത് I1 I2 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, I1 ഇൻസിഡൻറ്റ് റേ, I2 എമർജൻറ്റ് റേ. അത് രണ്ടും എയറിലും മറ്റു രണ്ടും ഗ്ലാസ്സിലുമാണ്. ഇപ്പം ഗ്ലാസ്സിലുള്ള മീഡിയം, ആ മീഡിയം ഗ്ലാസ് ആണ് എന്നുള്ളതിന് R1 ആൻഡ് R2 ആണ് അതിനകത്തെ ആംഗിൾസ് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ R എന്നുള്ള പോയിന്റിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2ഉം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താ ചെയ്യുക? കൂടും. എന്തുകൊണ്ടാണ് കൂടുന്നത്? ഇത്രയേ ഉള്ളൂ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ഡെൻസർ ടു റെയറർ ആണ്. സോ ഇറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമൽ. ഇങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്, ഇങ്ങനെ പോകേണ്ട ആളാണ്, പക്ഷെ അതിൽ നിന്ന് കൂടുതലായിട്ട് അത് ഒടിഞ്ഞ് E ആണ് എമർജൻറ്റ് റേ. കിട്ടിയല്ലോ? കിട്ടി. ഇനി ഈ രണ്ട് നോർമൽസും കൂടെ ഞാനൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു, N എന്ന് പേരിട്ടു. ക്ലിയർ? അതേപോലെ തന്നെ ഇൻസിഡൻറ്റ് റേ, എമർജൻറ്റ് റേ, അത് കൂട്ടുമുട്ടിയ ഈ സ്ഥലം, ഇതിന് നമ്മൾ ക്യാപിറ്റൽ M എന്ന് പേരിട്ടു. എന്തൊക്കെയാണ് പുതിയ പേരുകൾ? ഒന്ന് M, മറ്റൊന്ന് N. N എന്താണ്? രണ്ട് നോർമൽസും കൂടിയ സ്ഥലം. M എന്താണ്? ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും ബാക്ക് ട്രേസ് ചെയ്തതിൻ്റെ പോയിൻറ്റ്സ്. ഓക്കെ, ക്ലിയർ. ഈ വ്യത്യാസം ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. ഇനി ഞാൻ ഈ ചിത്രം വരച്ചിരിക്കുന്നത്, ഈ ചിത്രം ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് റിഫ്രാക്റ്റഡ് റേ ഈ പ്രിസത്തിൻ്റെ ബേസിന് പാരലലായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ ഡീവിയേഷൻ ഏറ്റവും മിനിമം ആകുമ്പോൾ. അതിലേക്ക് നമുക്ക് വരാം, എങ്കിലും ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം. വെൻ ഡെൽറ്റ ഈസ് DM, ഈ ഡെൽറ്റയുടെ വാല്യൂ DM എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, D ഡീവിയേഷൻ, M മിനിമം. അപ്പോൾ DM എന്ന് പറഞ്ഞാൽ മിനിമം ഡീവിയേഷൻ എന്നർത്ഥം. അപ്പം മിനിമം ഡീവിയേഷൻ ആവുന്ന സമയത്ത് എപ്പോഴാണോ ഇത് മിനിമം, ഈ ഡീവിയേഷൻ മിനിമം ആകുന്നത്, അപ്പോൾ റിഫ്രാക്റ്റഡ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ, ഈ ഓറഞ്ച് കളറിലുള്ളത്. റിഫ്രാക്റ്റഡ് റേ എങ്ങനെയായിരിക്കും? പാസസ് പാരലൽ ടു ദ ബേസ് ഓഫ് ദ പ്രിസത്തിന് പാരലായിട്ടായിരിക്കും അത് കടന്നു പോവുക. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. ചിത്രവും ആ രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബാക്കി ജോമെട്രിയാണ്. ഈ ചിത്രത്തിൻ്റെ ഫിഗർ വെച്ചിട്ടാണ് ബാക്കി മുഴുവനും നമ്മൾ പറയുന്നത്. ഇനി ഒടുവിലൊരു സ്നെൽസ് ലോ വരികയുള്ളൂ, ബാക്കി മുഴുവനും ഫിഗറാണ്. അപ്പോൾ ഈ ഫിഗർ നന്നായി പഠിച്ചല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കാം. ഈ ഫിഗറിൽ നിന്നാണ് ബാക്കി മൊത്തം പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫിഗറിൻ്റെ ഈ ഒരു പോർഷനാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ആ പോർഷൻ വേണമെങ്കിൽ ഞാനൊരു സ്ട്രൈപ്സ് ഇട്ട് കാണിച്ചു തരാം. എന്താ ഈ ഫിഗർ, ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ. ഇത് സെയിം ആണ്, ഇത് രണ്ടും ഒരേ ഫിഗറാണ്. ഈ ട്രയാങ്കിളിനെയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് I1 മൈനസ് R1 ആണ്. എന്തുകൊണ്ടായിരിക്കും? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ഇതും I ആണ്, ഇത് ഇത്രയും I ആണ്. അപ്പോൾ ഇത് മാത്രം എത്ര വരും? I1 മൈനസ് R1. അതേപോലെ ഇതും E ആണ്, ഇത് മൊത്തം E ആണ്. അങ്ങനെയാണ് ഇത് എത്ര വരും? E മൈനസ് R2. പക്ഷേ നമുക്കറിയാം എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾസ് കൂടാതെ മൂന്നാമതൊരു ആംഗിൾ ഉണ്ടല്ലോ, അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എടുക്കുക, അതാണ് ഡെൽറ്റ. അതെന്തിന് തുല്യമായിരിക്കും? ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിന് തുല്യമായിരിക്കും. അത് പ്രകാരം നമുക്ക് എന്തെഴുതാം?
ഡെൽറ്റ ഈക്വൽ ടു, ഈ ഫിഗറിൽ നിന്നാണ് അത് എഴുതുന്നത്, ഡെൽറ്റ ഈക്വൽ ടു I1 മൈനസ് R1 ഈ ആംഗിൾ പ്ലസ് ഇ മൈനസ് R2 ഈ ആംഗിൾ. I2 മൈനസ് R2 തന്നെയാണത്, പക്ഷേ I2ന് നമ്മൾ എന്തെഴുതി, ഇ എന്ന് എഴുതിയെന്ന് മാത്രം. NCERT നൊട്ടേഷൻ അതായതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ നിന്ന് I1ഉം ഇയും ഒരുമിച്ചെടുത്തു, R1ഉം R2ഉം ഒരുമിച്ചെടുത്തു. സോ അതുകൊണ്ട് മൈനസ്, ഇത് മൈനസ് R1, ഇത് മൈനസ് R2, രണ്ടുപേരുടെ മൈനസ് കോമൺ ആക്കിയപ്പോൾ R1 പ്ലസ് R2 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് ഇവിടെ. 4 സൈഡഡ് ഫിഗറിനെയാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. ഇവിടുത്തെ ക്വാഡ്രിലാറ്ററൽ ഏതാ? AQNR. എന്തൊക്കെയാ? AQNR. ഇതിൽ ഈ Q എന്ന് പറയുന്ന ആംഗിളും 90 ആണ്, R എന്ന് പറയുന്ന ആംഗിൾ 90 ആണ്. എന്തുകൊണ്ടാണ്? അത് നോർമൽ അല്ലേ. അപ്പോൾ ഇവർ രണ്ടും 90 ആയാൽ ബാക്കി എത്രയേ ഉള്ളൂ? 180. മൊത്തം 360 വേണം. അപ്പം 90 + 90 180 കഴിഞ്ഞു. ഇനിയൊരു 180 കൂടെ അല്ലേ ബാക്കിയുള്ളൂ, അതാണ് എഴുതിയിരിക്കുന്നത്. ദാ ക്വാഡ്രിലാറ്ററൽ എന്താണ് ഉത്തരം? ദാ 4 സൈഡഡ് ഫിഗറാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഇത് Q, ഇത് R, ഇത് രണ്ടും 90. പിന്നെ നമുക്കുള്ളത് AQNR. ഇതിനകത്ത് നമുക്കറിയാം, ദാ ഇവിടെ നോക്കിയാൽ മതി, ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 90, ഇത് 90, 180 കഴിഞ്ഞു. ഇനി ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരാളും ഇവിടെ ഒരാളും. അപ്പം QNR, ഈ QNR എത്ര വരും? QNR പ്ലസ് A, ഇവർ രണ്ടും കൂടെ ചേർന്ന്. അപ്പം ഞാൻ ഇവരുടെ 90, 90, 180 കഴിഞ്ഞു. ശരിക്കും 360 ആണ് വേണ്ടത്, അതിൽ 180 കഴിഞ്ഞു. 4 സൈഡഡിൽ 360 വേണം, 180 കഴിഞ്ഞു. ബാക്കി 180 ആരൊക്കെ ചേർന്നതാ? ആംഗിൾ എയും ആംഗിൾ എന്നും ചേർന്നത്. ആ N ആണ് എഴുതിയിരിക്കുന്നത്. N എന്ന് പറഞ്ഞാൽ QNR, ആംഗിൾ N പ്ലസ് ആംഗിൾ എ എന്നാണ് എഴുതിയിരുന്ന അർത്ഥം. അത് 180 ആണ്. ഇനി ഒരു ട്രയാങ്കിളും കൂടി ഇവിടെയുണ്ട്. ട്രയാങ്കിൾ നോക്കാം, QNR. ഈ ട്രയാങ്കിൾ എന്താ? QNR. ഈ ട്രയാങ്കിളിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 പ്ലസ് വീണ്ടും QNR. ഇതും 180 ആയിരിക്കും. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം എത്ര? 180. ഇത് ക്വാഡ്രിലാറ്ററൽ ആണ്, പക്ഷേ ക്വാഡ്രിലാറ്ററിൻ്റെ 2 ആംഗിളെ നമ്മൾ എടുത്തിട്ടുള്ളൂ, മറ്റേത് രണ്ടും പോയി. ഓക്കെ, സോ ഫ്രം ദീസ് ടു ഇതിൽ നിന്ന് എന്ത് കിട്ടും? നോക്കി, എവിടെ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതും ഇതും ഈക്വൽ ടു 180 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ആവണ്ടേ? A + B = 180, A + B = 180 എന്ന് വെച്ചാൽ എയും ബിയും സെയിം ആവണ്ടേ? അപ്പോൾ ഇവിടുത്തെ എയും ഇവിടുത്തെയും സെയിം ആവണം, ഇവിടുത്തെ ബിയും ഇവിടുത്തെ ബിയും സെയിം ആവണം. സോ വാട്ട്സ് ആൻസർ? ആംഗിൾ A = ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2. ആ കളേഴ്സ് നോക്കിയാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആംഗിൾ എക്ക് ഒരു പുതിയ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂട്ടിയാൽ മതി ആംഗിൾ എ കിട്ടണമെങ്കിൽ? ആംഗിൾ R1ഉം ആംഗിൾ R2ഉം കൂട്ടുന്നതായിരിക്കും ആംഗിൾ എ. അടുത്തതൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്, ഈ കിട്ടിയ ഇക്വേഷൻ 2, ഈ ഇക്വേഷനെ നമുക്ക് 1-ലിടാം. അതല്ലെങ്കിൽ വേണമെന്നില്ല. ഈ ഇക്വേഷൻ ഇതാ I1, നമുക്ക് എ എന്നുള്ളത് R1 പ്ലസ് R2 അല്ലേ, അപ്പോൾ ഇതിന് ഏന്നങ്ങോട്ട് കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ, ഇതിന് ഇക്വേഷൻ വേണമെന്നൊന്നുമില്ല, ഇതിലേക്ക് നമുക്ക് ഏന്നങ്ങോട്ട് കൊടുത്താൽ മതി. സോ വാട്ട്സ് ഇക്വേഷൻ? ഡെൽറ്റ. ഇതിടേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേണമെന്നില്ല. നമുക്ക് ജസ്റ്റ് നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. എ എന്ന് പറയുന്ന R1 പ്ലസ് R2ന് നമ്മൾ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? എ എന്ന് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. സോ ഡെൽറ്റ = I1 പ്ലസ് ഇ മൈനസ് R1 പ്ലസ് R2ന് നമ്മൾ എ എന്ന് കൊടുത്തു. ഫിനിഷ്ഡ്. അപ്പോൾ ഒരുപാട് ഇക്വേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് 2 ഇക്വേഷൻസ്. എക്ക് ഒരു ഇക്വേഷൻ, ഡെൽറ്റയ്ക്ക് ഒരു ഇക്വേഷൻ, കഴിഞ്ഞു. എയുടെ ഇക്വേഷൻ ആംഗിൾ R1 പ്ലസ് R2 = A. ആ എ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുത്തപ്പോൾ ഡെൽറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഫിനിഷ്ഡ്. അപ്പോൾ 2 ഇക്വേഷൻ മതി. ക്ലിയർ? ഇനി അടുത്ത കണ്ടീഷൻ, നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ID കർവ് എന്ന് പറയും, അഥവാ I∆. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ y ആക്സിസിൽ ഡീവിയേഷൻ വരയ്ക്കുന്നു, x ആക്സിസിൽ I വരയ്ക്കുന്നു. ആ ചിത്രം തന്നെ എല്ലാം പറഞ്ഞുതരും. എന്താ അതിൻ്റെ അർത്ഥം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതുക്കെ 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 നമ്മൾ കൂട്ടുകയാണ്. I ഇങ്ങനെ കൂട്ടി കൂട്ടി വരിക. എന്താ അതിൻ്റെ അർത്ഥം?
ഇതാണ് ഐ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഐ എന്നുള്ളത് ഒരു 10 20 ഒക്കെ വെച്ചു എന്ന് വെച്ചാൽ ഈ പെർപെൻഡിക്കുലറിൽ നിന്നൊരു ഇത്ര വെച്ചു. പിന്നെ അത് സാവധാനം കൂട്ടി 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 ഒരു ഫിക്സഡ് വാല്യൂ വന്നു. അപ്പോൾ ഐ വളരെ ചെറിയ വാല്യൂവിൽ നിന്ന് ഇങ്ങോട്ടാണ് കൂടുന്നത്. ഇത് 90 ആണ്. ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ 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 ഐ കൂട്ടി 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 ഇവിടെ എത്തി. അങ്ങനെ എത്തി മിനിമം ഡീവിയേഷൻ, ഇത് മിനിമം ഡീവിയേഷൻ പൊസിഷനാണെന്ന് ഞാൻ പറഞ്ഞു. മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ എത്തുമ്പോൾ ഇതാണ് മിനിമം ഡീവിയേഷൻ. അപ്പം ഐ ഞാൻ ഇങ്ങനെ കൂട്ടി ഡീവിയേഷൻ കുറഞ്ഞ് 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 മിനിമമായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഡീവിയേഷൻ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്, അതായത് ഈ റേ ഇങ്ങോട്ട് പൊന്തി 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 ഇങ്ങനെ ഇരുന്ന റേ ആണ്, അത് പൊന്തി 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 പാരലലായി. കണ്ടോ? ഇതിങ്ങനെ ചരിഞ്ഞിരുന്നതായിരുന്നു. ഈ ഐ ചെറുതായിരുന്ന സമയത്ത് ഈ റിഫ്രാക്റ്റഡ് റേ മഞ്ഞ ലൈൻ കുറച്ചിങ്ങനെ താന്നായിരുന്നിരുന്നത്. അവസാനം ഐ ഞാൻ കൂട്ടി 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 കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ റിഫ്രാക്റ്റഡ് റേ നേരെ നേരെ വന്ന് ബേസിന് പാരലായിട്ട് വന്നു, എന്നിട്ട് എമർജ് ചെയ്തു. ക്ലിയർ? അപ്പോൾ അറ്റ് ദ ടൈം മിനിമം ഡീവിയേഷൻ ആകുമ്പോൾ ഇതിനാണ് ഡി എം. ഡി എന്ന് പറയുന്നത് ഡീവിയേഷൻ, എം എന്ന് പറഞ്ഞാൽ മിനിമം ഡീവിയേഷൻ വന്നു ഒരു പോയിന്റിൽ. പിന്നെ സാവധാനം എന്ത് കൂടാൻ തുടങ്ങി? ഐ കൂടുന്നതിനനുസരിച്ച് ഡീവിയേഷൻ കൂടാൻ തുടങ്ങി. അപ്പോൾ നോക്കുക, ആദ്യം ഡീവിയേഷൻ കുറഞ്ഞു, മിനിമത്തിലെത്തി. ഉണ്ടായിരുന്ന ഡീവിയേഷൻ കുറഞ്ഞ് 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 മിനിമത്തിലെത്തി. വീണ്ടും അത് കഴിഞ്ഞ് ഡീവിയേഷൻ കൂടാൻ തുടങ്ങി. ആ പോയിന്റിന് പറയുന്ന പേരാണ് മിനിമം ഡീവിയേഷൻ. അപ്പം മിനിമം ഡീവിയേഷൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? 1, റിഫ്രാക്റ്റഡ് റേ ബേസിന് പാരലലായിരിക്കും. 2, ഈ ആംഗിൾസ് ഐ ഈക്വൽ ടു ഇ. ഐ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ നോക്കിയേ, ചിത്രം നോക്കിയേ. ഐ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ്, ഇ എന്ന് പറഞ്ഞാൽ എമർജൻസ്. ഇത് രണ്ടും തുല്യമായിരിക്കും. കൂടാതെ R1 R2 തുല്യമായിരിക്കും. അതായത് N1 എന്നുള്ള മീഡിയത്തിലെ ആംഗിൾസും അത് സെയിം ആയിരിക്കും. N2 എന്നുള്ള മീഡിയത്തിലെ ആംഗിൾസും സെയിം ആയിരിക്കും. N2 എന്നുള്ള മീഡിയത്തിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? R1 R2 അത് സെയിം ആയിരിക്കും. N1 എന്നുള്ള മീഡിയത്തിലെ ആംഗിൾസ് I1 E അതും സെയിം ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഈ 2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പണി കഴിഞ്ഞു. R1 R2 സെയിം ആണ്, എന്ത് സംഭവിക്കും? 2R ഈക്വൽ ടു എ എന്ന് എഴുതാം. ശരിയല്ലേ? I1 E സെയിം ആണ്, എന്ത് എഴുതാം? 2IE മൈനസ് എ ഈക്വൽ ടു ഡെൽറ്റ എന്ന് എഴുതാം. ഡെൽറ്റ അല്ല DM എന്ന് എഴുതണം. കാരണം ഇത് എപ്പോഴാണ്? DM ആകുമ്പോൾ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. DMന് എന്ത് കൊടുക്കാം? ഈക്വേഷനിൽ കൊടുക്കാം. ഡെൽറ്റ DM ആകുമ്പോൾ ഇത് രണ്ടും കൂടെ 2I മൈനസ് എ. ഇനി എ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. A പ്ലസ് DM ഈക്വൽ ടു 2I. I എന്ത് വരും? A പ്ലസ് DM ബൈ 2. അതേപോലെ ഇവിടെ എഴുതിയാലോ, A ഈക്വൽ ടു 2R എന്ന് കിട്ടും. സോ R എന്ത് വരും? A ബൈ 2. അപ്പോൾ ഐക്ക് ഒരു ഇക്വേഷൻ കിട്ടി, ആറിന് ഒരു ഇക്വേഷൻ കിട്ടി. ഐയുടെ ഇക്വേഷൻ എന്താ? A പ്ലസ് DM ബൈ 2. A എന്തായിരുന്നു? ആംഗിൾ ഓഫ് ദ പ്രിസം. DM എന്തായിരുന്നു? മിനിമം ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. ഇനി R എന്താണ്? ഇത് എത്രയാണോ A അതിൻ്റെ പകുതി, ആംഗിൾ ഓഫ് ദ പ്രിസത്തിൻ്റെ പകുതി. കിട്ടിയല്ലോ. ഇനി സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. എന്താ സ്നെൽസ് ലോ? സൈൻ I ബൈ സൈൻ R ഇസ് എ കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സൈൻ ഐക്ക് എന്ത് കൊടുക്കാം? A പ്ലസ് DM ബൈ 2. ആറിന് എന്ത് കൊടുക്കാം? A ബൈ 2. സോ വാട്ട് ഇസ് ദ പ്രിസം ഫോർമുല? പ്രിസം ഫോർമുലേനെ എങ്ങനെ എഴുതാം? N ഈക്വൽ ടു സൈൻ A പ്ലസ് DM ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ A ബൈ 2. ക്ലിയർ ആയല്ലോ? ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുഞ്ഞുങ്ങൾ സാധാരണ തെറ്റിക്കാതെ എളുപ്പം എഴുതുന്ന ഒരു ഉത്തരവുമാണ്. എല്ലാ കുട്ടികളും ഒരുവിധം എഴുതുന്ന ഒരു ആൻസറുമാണ്. സിംപിളറാണ്. ഇപ്പോൾ റേയോപ്റ്റിക്സിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നത്തതും പിന്നത്തതും ഒന്നും അറിയാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. പല ടോപ്പിക്സിനും നമുക്ക് പ്രീവിയസ് വീഡിയോ കണ്ടാലേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു പോർഷനെ സംബന്ധിച്ച് അങ്ങനെ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിലും ഇത് മാത്രം 9.6 മാത്രം ഞാൻ പഠിക്കുന്നതെന്നൊരു കുട്ടി വിചാരിച്ചാലും പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്.
അപ്പോൾ ഇതൊരു 5 മാർക്സ് ക്വസ്റ്റ്യനാണ്, എസ്സേ ക്വസ്റ്റ്യനാണ്. ആരും മറന്നു കളയണ്ട. ചിലപ്പോൾ ഈ ചിത്രം പകുതി വരച്ചിട്ട് ബാക്കി മുഴുമിക്കാൻ പറയും, അതല്ലെങ്കിൽ മുഴുവനായിട്ട് വരയ്ക്കാൻ പറയും, അതല്ലെങ്കിൽ പകുതി ഡിറൈവ് ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എഴുതാൻ പറയും. അങ്ങനെ 1, 2, 3, 4, 5 5 മാർക്സിനാണെങ്കിലും ഉള്ളത് ഇതിലുണ്ട്, 1 മാർക്കിനാണെങ്കിലും ഇതിലുണ്ട്. അങ്ങനെ ഏത് സബ് ഡിവിഷൻസിനുള്ളതും ഇവിടെയുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മാറാം, നിങ്ങളൊരു സ്ക്രീൻഷോട്ട് ചെയ്തോളൂ, എന്നിട്ട് എഴുതി പഠിക്കണം.